നിക്കണേ ഓച്ചിറ ബ്രദേഴ്സ് അല്ലേ? അല്ല. ഓച്ചിറ ബ്രദേഴ്സ് അല്ലേ? അല്ല, കായംകുളം ബ്രദേഴ്സാ. ഓച്ചിറ ബ്രദേഴ്സ് നാസർക്കാരാടാ. ശരിയാത്. ഹായ് അച്ഛാ. സ്വന്തം തന്തയേക്കാൾ ഇവന് നിന്നോടാണ് കാര്യമെന്ന് ഇപ്പൊ മനസ്സിലായി. അത് പിന്നെ ഞാൻ ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയേ പ്രവർത്തിക്കൂന്ന് ഇവൻ അറിയാം. ഇപ്പൊ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ അതിനല്ലേ. നീ നാട്ടിലെത്തിയ കാര്യം ആരും അറിയണ്ട. നിന്നെ കണ്ടാ ഉണ്ണിത്താൻ റാഞ്ചി കൊണ്ടുപോകും. കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ അല്ലേ? ചിലതൊക്കെ ഇവൻ പറഞ്ഞു. എന്നാ പോവാം. നീ ഇതിൽ കയറണ്ട, ആ വണ്ടി കയറിയാ മതി. ഞാൻ ബുദ്ധിപൂർവ്വം അറേഞ്ച് ചെയ്തതാ. നീ ആ വണ്ടിയും കൊണ്ട് ആൽത്തറ ചുറ്റി മണ്ണ് റോഡിലൂടെ എത്തിയാ മതി. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ നാട്ടിൽ ജീവിക്കും? നിന്റെ കല്യാണം കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ മതി. ചെല്ലടാ. നീ നീ ഇതിലോട്ട് കയറ്. ആ ഗ്ലാസ് അങ്ങ് കയറ്റിക്കോ, അല്ലെങ്കിൽ നിന്നെ കുറിച്ച് അന്വേഷണം വേറെ വരും. നീയും പൊക്കിക്കോ ഗ്ലാസ്. തന്റെ മോനെ ഏത് പാതാളത്തിൽ കൊണ്ടൊളിപ്പിച്ചാലും പാതാളക്കരണ്ടി ഉപയോഗിച്ച് ഞാൻ പൊക്കും. ഞാനാ ആ പാതാളക്കരണ്ടി. പുറത്തേക്ക് ഇറങ്ങി വാടോ കുറുമേ. കേസ് കൊടുക്കും, പിണ്ണാക്ക് തീറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ചുനാൾ മുമ്പ് നീ എന്റെ വീട്ടിൽ വന്ന് വിപ്ലവം സൃഷ്ടിച്ചില്ലേ? അപ്പോഴേ എനിക്ക് തോന്നി നിന്റെ മകനെ നീ തന്നെ മുക്കിയതായിരിക്കുന്നു. മുക്കാൻ അവനെന്താ തുള്ളിനീല? വാചക വലിച്ച് നിൽക്കാതെ ഇറക്കി വിടറാ അവനെ. ഇറക്കി വിടാനായിട്ട് പിടിച്ച് കയറ്റിച്ചില്ലല്ലോ ഞാൻ അവനെ. ഞാൻ കണ്ടതാ. പിടിച്ചിറക്കില്ലടാ. പിടിച്ചിറക്കവനെ. അയ്യോ, ഇയാളറിയില്ലേ? ഇദ്ദേഹമാണ് വട്ടപ്പറമ്പിൽ ഉണ്ണിത്താൻ. ഇയാളിപ്പിച്ചൊരു പ്രശ്നത്തില. കെട്ട് കഴിയാത്തൊരു മോളുണ്ട്. ആര് ഈ നാട്ടിൽ വന്നാലും മോളെ കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വരും. നിനക്ക് പറ്റുമോ ഇയാളെ മോളെ കെട്ടാൻ? അയ്യേ, എന്നെ കൊണ്ട് പറ്റില്ല. സോറി ഉണ്ണിത്താൻ ചേട്ടാ. കണ്ടോ, ഇവന് പറ്റില്ല എന്ന്. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ, ഇച്ചിരി ധൃതിയുണ്ടേ. എനിക്ക് മൊത്തം ഒന്ന് പരിശോധിക്കണം. മൊത്തം ഒന്ന് നോക്കടാ. നോക്കടാ. അകത്താരെങ്കിലുണ്ടോ? ഇല്ല. ബാക്ക് സീറ്റിന്റെ അടിയിൽ നോക്ക്. നീ ദേഹ പരിശോധന നടത്തുകയാ. കുണ്ട പോയ കുളത്തിൽ തപ്പണമെന്നാണല്ലോ. മൊത്തം പരിശോധിച്ചു. ഡ്രൈവർ അല്ലാതെ വേറെ ആരുമില്ല. ഉണ്ണിത്താനെ, ഇനി പരിശോധിക്കാൻ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റ് ബാക്കിയുണ്ട്. വേണം. അയ്യോ വേണ്ട, എവിടെ? തൊട്ടുപോകരുത്. നീ വണ്ടി കയറണം മോനെ. മാറാ. അല്ല മുതലാളി, അതൊക്കെ എവിടെ? അവനിത് ഇവിടെ പോയി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിന്റെ ഈ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഇതുള്ളത് ഇല്ലാത്ത കിടക്കാ. ഒന്ന് നിന്നേ. അവനെ ഞാൻ കണ്ടുപിടിച്ചു. എവിടെ? വാ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. ഇത് മോർഫിങ്ങാ. സിനിമ കണ്ടാലേ മുതലാളിക്ക് അത് മനസ്സിലാവൂ. കൂടുതൽ പറഞ്ഞാൽ നിന്റെ മോറടിച്ച ഫിങ്ങാക്കും. എന്റെ മുതലാളി, ഇത് കമ്പ്യൂട്ടർ വിദ്യ. ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. കൊച്ചുകുറുപ്പിനെ അയാൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മോർഫിംഗ് നടത്തിയിട്ട് വരിക. ശരിയാണോടാ? സത്യം. ഈ വിദ്യ ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ മോഹൻലാലാക്കാം, മുതലാളിയെ കുരങ്ങാക്കാം, കഴുതയാക്കാം. ഇപ്പോഴും അത് തന്നെ ആണല്ലോ. വിട്ടികളെ, നീ പറഞ്ഞ വിദ്യ ഉള്ളതാണോടാ? സത്യം ഉള്ളത് തന്നെയാ. ഇതെന്താണോ നീ നേരത്തെ പറയാത്ത? ബുദ്ധി ഇപ്പോഴല്ലേ വന്നേ. പാവം, വെറുതെ തല്ലി. നാളെ രാവിലെ തന്നെ പെണ്ണ് കാണാൻ പോണെന്നും പറഞ്ഞ അച്ഛൻ കിടന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്താ ചെയ്യുക? നീ വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. കൊച്ചുകുറുപ്പിന്റെ ആവശ്യം എന്റെയും കൂടി ആവശ്യമാണ്. എടാ, എന്റെ ഇപ്പോഴത്തെ ആവശ്യം ഇത് മുടക്കാന്നുള്ളതാ. നിനക്കത് പറ്റൂല്ലയോ? പറ്റും. പറ്റില്ല. പെണ്ണ് കാണാൻ പോവാൻ ഞാനില്ല എന്ന് നീ എന്തർത്ഥത്തിലാ ഇവന്റെ വക്കാലത്ത് പിടിച്ച് പറയണത്? അതെ, എനിക്കറിയണം. ഒന്നും ഉണ്ടായിട്ടല്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നാ ഇവൻ പറയണേ അല്ലേ? ഇന്ന് തന്നെ കെട്ടണമെന്ന് ഇവനോട് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോടാ? ഇല്ല. ഇല്ലാന്ന്. നിനക്ക് വല്ല ചുറ്റിക്കളി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിന്നെ അങ്ങോട്ട് കൊന്നുകളയാന്ന് കരുതിയിട്ടാ. ആ മോനെ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞതാ ഇന്ന് വരുമെന്ന്. ചെല്ലാതിരിക്കണത് മോശമല്ലേ? നീ വിഷമിക്കണ്ട. വേണമെങ്കിൽ ഇന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്യാട്ടോ. അച്ഛൻ വിളിച്ച് പറഞ്ഞോളൂ വരില്ലാന്ന്. അല്ലേ അച്ഛാ? ഇല്ല കൊച്ച, അച്ഛനത് പറയില്ല. അതിനു വേണ്ടി രണ്ടും വാല് പൊക്കണ്ട. നോക്കി നിൽക്കാ ചെന്ന് വണ്ടി കയറണ.
ആ ബാംഗ്ലൂർ ചെന്ന് ചീത്ത കൂട്ടുകെട്ടൊക്കെ കൂടി ഇവനാകെ വഷളായിട്ടുണ്ട്. അല്ല അനിയൻകുട്ടി? കുറച്ച്. രുക്മണി എന്താ ഒരുങ്ങിയില്ലേ? കഴിഞ്ഞു. ആ എന്നാ വീട് പൂട്ടിക്കോ. ഞാനിവിടെ ഉണ്ടല്ലോ. ഇല്ല, നീ ഇവിടെ ഇല്ല, ഞങ്ങളുടെ കൂടെ പോരല്ലേ. അയ്യോ, വീട്ടിലാരും ഇല്ലെങ്കിൽ കള്ളന്മാര്. ഈ നാട്ടില് കള്ളന്മാരില്ല. അല്ല, ഞാനിപ്പോ എന്തിനാ നിങ്ങളുടെ കൂടെ വരണേ? ഇത് നല്ല കൂത്ത്. ഇവന്റെ കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നീ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്? എന്നിട്ട് പെണ്ണ് കാണാൻ നീ വരുന്നില്ലെന്ന് പറഞ്ഞ? ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ. എവിടെ വെച്ച്? ഫോട്ടോ 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 ഫോട്ടോയില്. ഫോട്ടോ ഞങ്ങളും കണ്ടിട്ടുള്ളതല്ലേ. നീ വാ. അത് പിന്നെ എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട്. പോണ വഴിക്ക് ബൂത്തിൽ നിർത്തി തരാം. ആവശ്യം പോലെ വിളിച്ചോ. താമസിച്ചാലോ? 2-3 ദിവസം എടുക്കോ? എന്നാ നടക്കണ. ഞാനൊന്ന് ഡ്രസ് മാറിക്കോട്ടെ. എന്റെ ഈശ്വര, ആ പെണ്ണും അവളുടെ ആന്റി എന്നെ കണ്ട എല്ലാം തകരൂലോ. എന്താ നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാനിവിടെ ഇരുന്നോളാം. ഇത് എന്ത് പറ്റി നിനക്ക്? പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും പോണത് വിനയാ. എന്നിട്ട് ഇത്രയും വിമ്പട്ട് ഇവനല്ലല്ലോ. എനിക്കുണ്ട്. അത് പെണ്ണ് കണ്ടു കഴിയുമ്പോ മാറിക്കോളും. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അയ്യോ, പാൻറ്റേറി പാൻറ്റേറി. ഇനി വരാൻ പറ്റില്ല, ഇനി വരാൻ പറ്റില്ല. കണ്ട, അത് ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ പ്രസിഡന്റ് ഇരുന്നല്ലോ. തീർന്നു. എന്നാ വാ. ഒരു മിനിറ്റ്, ഞാനൊന്ന് വിരൂപനായിക്കോട്ടെ, വിരൂപനായിക്കോട്ടെ. എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതലുണ്ടല്ലോ. അത് കുറയട്ടെ, അല്ലെ ഈ പെണ്ണ് എന്നെ മതി എന്ന് പറയും. ഇതെന്ത് കോല? ബാംഗ്ലൂർ ഫാഷനാ. കണ്ടിട്ട് പേടിയാവുന്നു. അച്ഛാ, അവരെത്തി. നോക്കിയിരിക്കുകയായിരുന്നു. വരണം വരണം. ആ നമസ്കാരം കുറുപ്പേ. ആ നമസ്കാരം. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇതെന്റെ മൂത്ത മോൻ പ്രതാപൻ, KFC മാനേജരാ. ഇത് മോള് ശാരദ, പെണ്ണിന്റെ അമ്മ. ഇത് രണ്ടാമത്തെ മോൻ, SI സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക. ഇനി ഞാൻ പരിചയപ്പെടുത്താം. ഇതെന്റെ ഒരേ ഒരു മകൻ ചെക്കൻ. ഇത് രുക്മണി, എന്റെ ഒരേ ഒരു ഭാര്യ. ഇതേതാ ഈ ഒരേ ഒരു വേഷം? ഇവന്റെ ഒരേ ഒരു കൂട്ടുകാരൻ. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാ. ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നോ കൂളിംഗ് ഗ്ലാസ്? ദേ വിളിക്കുന്നു. അവിടെ ചെന്ന് നിൽക്കാൻ എനിക്ക് വയ്യ. പറ്റില്ല എന്ന് പറഞ്ഞ് ഉടക്കണ്ടാട്ടോ. എല്ലാവർക്കും സംശയം ഉണ്ടാവും. അറിഞ്ഞാൽ ഇനി ബാംഗ്ലൂർ കണി കാണാൻ പറ്റുമെന്ന് കരുതണ്ട. ഇത് മുടക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. സമാധാനായിട്ട് ചെല്ലേ. റെഡി ആയില്ലേ മോളെ? കിട്ടുമെന്ന് വിചാരിച്ചല്ല, ഒരു പ്രതീക്ഷയില്ല. ഞാനും വിചാരിച്ചില്ല. ഇല്ലല്ല, കൈമടക്കൊന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ് മോടെ പഠിത്തം തുടരുന്നോ അതോ വീട്ടമ്മയായിട്ടിരിക്കാൻ പോകുന്നു? അതൊക്കെ കല്യാണത്തിന് ശേഷം ചെക്കന്റെ ഇഷ്ടം പോലെ. എടാ, പെണ്ണ് വരാൻ സമയേ, എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞാടാ. മാർഗമുണ്ട്. പെണ്ണ് നാണം കുടുങ്ങിയ ഒരു വരവ് എന്ന ചായ തന്നിട്ട് പോകും. അത് കഴിഞ്ഞ് ഫോർമാലിറ്റിക്ക് വേണ്ടി കാരണവന്മാര് ചോദിക്കും, നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്ന്. അപ്പൊ നീ എന്ത് പറയും? എനിക്കൊന്നും പറയാനില്ലെന്ന്. ഓ തൊലഞ്ഞി. നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയണം. എന്നിട്ട് ഈ പറഞ്ഞു തരണ പോലെ അങ്ങ് കാച്ചേക്കണം. ഞാനൊരു പെണ്ണുമായി പ്രേമത്തിലാണ്. കുട്ടി ദയവ് ചെയ്ത് പിന്മാറണം. അത് ഞാൻ ഏറ്റു. വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടങ്ങ് പറയാം. എങ്ങനെയാ തുടങ്ങിയത്, എവിടെ വെച്ചാന്നൊക്കെ. അയ്യോ, നീ അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു തന്ന ഒരേ ഒരു സെന്റൻസ് ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. അല്ലാതെ നീ ആരാണ് എന്താണെന്നൊന്നും പറയണ്ട. മനസ്സിലായോ?